ഒക്ടോബർ 7 ആക്രമണം മൂലം ഗാസയ്ക്ക് സംഭവിക്കാൻ പോകുന്ന നാശത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നുവെങ്കിൽ താൻ ഒരിക്കലും അതിനോട് യോജിക്കില്ലായിരുന്നുവെന്ന് വെളിപ്പെടുത്തി ഹമാസ് ഭീകര നേതാവ്. ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹമാസ് ഫോറിൻ റിലേഷൻസ് ഓഫീസ് മേധാവി മൂസ അബു മർസൂഖ് ആണ് ഈ വിചിത്ര വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ന്യൂയോർക്ക് ടൈംസിന് നൽകിയ അഭിമുഖത്തിലാണ് ഭീകര നേതാവിൻ്റെ ഈ തുറന്നു പറച്ചിൽ. ഇസ്രായേൽ പ്രത്യാക്രമണത്തിൽ ഗാസയ്ക്ക് ഇന്നത്തെ അവസ്ഥ വരുമെന്ന് ഹമാസ് നേതൃത്വം മുൻകൂട്ടി അറിഞ്ഞിരുന്നുവെങ്കിൽ ഒക്ടോബർ 7 സംഭവിക്കില്ലായിരുന്നുവെന്നാണ് ഹമാസ് ഭീകര നേതാവ് മൂസ അബു മർസൂഖ് വ്യക്തമാക്കുന്നത്. 2023 ഒക്ടോബർ 7 തെക്കൻ ഇസ്രായേലിലേക്ക് നുഴഞ്ഞുകയറിയ ഹമാസ് ഉൾപ്പെടെയുള്ള 8ഓളം പാലസ്തീൻ ഭീകര സംഘടനകൾ 1200ഓളം പേരെ വധിക്കുകയും 250 പേരെ ഗാസയിലേക്ക് തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. അന്നുമുതൽ ഗാസയിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. ഇസ്രായേൽ ഗാസയിൽ നടപ്പിലാക്കിയ ആക്രമണത്തിന്റെ തോതും ഫലവും പരിശോധിക്കുമ്പോൾ ഹമാസ് വിജയിച്ചുവെന്ന് പറയുന്നത് അസംബന്ധമാണെന്ന് ഹമാസ് ഭീകരൻ തുറന്നു പറയുന്നു. ചർച്ചകൾക്ക് തയ്യാറാണെന്ന് മൂസ അബു മർസൂഖ് വ്യക്തമാക്കി. ഇസ്രായേൽ ജയിലുകളിൽ നിന്നും ആയിരക്കണക്കിന് പാലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുകയും ഗാസയിൽ നിന്നും ഇസ്രായേൽ സൈന്യം എന്നേക്കുമായി പിന്മാറുകയും ചെയ്താൽ ബന്ദികളെ മുഴുവൻ വിട്ടുനൽകാൻ ഹമാസ് തയ്യാറാണെന്നും മൂസ പറഞ്ഞു. മൂസ അബു മർസൂഖിന്റെ ഈ വാക്കുകൾ പിന്നീട് ഹമാസ് തള്ളിക്കളഞ്ഞു. മൂസ അബു മർസൂഖിന്റെ അഭിമുഖത്തിൽ അയാളുടെ അഭിപ്രായങ്ങളുടെ മുഴുവൻ ഉള്ളടക്കവും പ്രതിഫലിക്കുന്നില്ല എന്നാണ് ഹമാസ് പറയുന്നത്. എന്തായാലും വെടിനിർത്തലിന്റെ തുടർന്നുള്ള ചർച്ചകൾ, മുഴുവൻ ബന്ദികളുടെ മോചനം ആവശ്യപ്പെട്ട് ഇസ്രായേൽ തടഞ്ഞുവച്ചിരിക്കുന്ന പലസ്തീൻ തടവുകാരുടെ മോചനം, ട്രംപിന്റെ ഗാസ പ്ലാൻ എന്ന വിഷയങ്ങളിൽ ഹമാസ് നേതാക്കളിൽ തന്നെ അഭിപ്രായ വ്യത്യാസമാണ് ഉയരുന്നത്. ഹമാസിനുള്ളിലെ ഇത്തരം പടലപ്പിണക്കങ്ങൾ വരും ദിവസങ്ങളിൽ മറനീക്കി കൂടുതൽ പുറത്തേക്ക് വരുമെന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.